നവീശേ. അല്ല എന്താ തമ്പി ഇത്? ഈ നേരത്ത് നമ്മൾ തമ്മിൽ ഇങ്ങനൊരു പതിവില്ലല്ലോ. ഇന്നെന്ത് പറ്റി? പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിക്കുമ്പോ പദവും തെറ്റുമല്ലോ. അതിനിപ്പോ എന്താ സംഭവിച്ചത്? സംഭവിച്ചത് തനിക്കല്ലല്ലോ, എനിക്കല്ലേ. ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ബീച്ച് ഹൗസ് താൻ തട്ടിയെടുത്തില്ലേ? എന്തിനാ ഈ കളി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കാനൊന്നുമില്ല. ഈ കൂട്ടുകെട്ട് ഇത്രയും മതി. എന്റെ ബുദ്ധിയും കഴിവും കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന പണം പങ്കുവയ്ക്കാൻ ഒരു പാർട്ണർ എനിക്കെന്തിനാ? അത് എന്താ മൂട്ട കടിക്കുന്നുണ്ടോ? ഏയ് ഒന്നുമില്ല. താൻ അറിയാതെ പലതും നടക്കുന്നുണ്ട്. കാര്യമാക്കണ്ട. അല്ല, നമ്മുടെ ഈ ബന്ധത്തിനിടയിൽ ഒരു ചൊറിച്ചിൽ വരാൻ എന്തുണ്ടായി എന്നാ എന്റെ ചോദ്യം. കണ്ടോ കണ്ടോ, ഉത്തരം മുട്ടുമ്പം വെറുതെ ഇരുന്ന് ഞെളിവിരി കൊള്ളുന്നു. ഈ കേളി തന്റെ ആരാ? പറയാം. ബാംഗ്ലൂരിലെ അവറാച്ചൻ വല്യപ്പന്റെ മകളുടെ മകൾ അല്ലേ? അല്ലേ? താരത കൂട്ടിപ്പിട്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. താൻ ഇങ്ങനെ ഒറ്റ തടിയായിട്ട് ജീവിക്കുമ്പോ ഞാനൊരു കിളുന്ന് പെണ്ണേയും കൊണ്ട് നടക്കുന്നത് കണ്ടാൽ തനിക്ക് എന്ത് തോന്നുന്നു കരുതി ഞാനൊന്ന് ഉരുണ്ട് കളിച്ചതല്ലേ. താൻ എന്നോട് ക്ഷമിക്ക്. അതുകൊണ്ടാ ഞാൻ ഒരു കളി കളിച്ചേ. ഓ, അത്രേ ഉള്ളൂ. സമാധാനമായി കളിക്ക് കളിക്ക്. സാറിനത്തിലേക്ക് രണ്ടുപേരും പുറത്തു നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനിപ്പോ വരാം. നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഈപ്പച്ചന്റെ കൂടാ. അതെന്താ? ഈപ്പച്ചായും ബീച്ച് ഹൗസ് വാങ്ങിയത് എന്തിനാണെന്ന് എനിക്കറിയാം. എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? ആണോ? ഇനി നിനക്ക് ഞാൻ അതിന്റെ മുമ്പിലുള്ള കടലും കൂടി വാങ്ങിച്ചു തരും. അതെന്തിനാ? കടലിൽ കായങ്ങലൊക്കെ. സമയം മെനക്കെടുത്താമെന്ന് കേറിക്കൊള്ളും കുറെ മാരണങ്ങൾ. തന്നെയല്ലോ വേറെ ചില അലവലാദികൾ. എനിക്ക് അല്പം ധൃതിയുണ്ട്. പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവിടെ ഇരിക്കണോ? ഒന്ന് തലയ്ക്ക് പിടിച്ച് വരുന്നതല്ലേ ഉള്ളൂ. തലയ്ക്കല്ലല്ലോ പിടിക്കുന്നേ. അമ്മച്ചി എന്താ ഇവിടെ? നിങ്ങളെ തനിച്ചായി ഒന്ന് കാണാൻ വന്നതാ ഞാൻ. അമ്മച്ചി അകത്തേക്ക് വന്നോ? വേണ്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളോട്. ഈപ്പച്ചന്റെ കാര്യം നിങ്ങൾക്കറിയാലോ. അവന്റെ ഈ പോക്ക് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല കുഞ്ഞെ. സ്വന്തം ജീവിതം പോലും മറന്ന് അവനൊന്ന് നേരെയായി കാണണമെന്നുണ്ട് എനിക്ക്. നിങ്ങൾ മനസ്സ് വെച്ചാലേ ഇനി അതിന് കഴിയൂ. അയ്യോ അമ്മച്ചി, ഞങ്ങള് ഈപ്പച്ചൻ നിങ്ങളെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. വലിയ കാര്യം അവന് നിങ്ങളെ. ഒരു പെണ്ണ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒക്കെ നേരെയാവും. ഒരു പെണ്ണിനെ ഞാൻ അവന് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾ അവനെ കൊണ്ടൊന്ന് സമ്മതിപ്പിച്ചു തരണം. അല്ല അമ്മച്ചി, അതിപ്പോ നിങ്ങൾ പറഞ്ഞ അവൻ കേൾക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. സ്വന്തം അമ്മ പറയുന്നതാന്ന് കരുതി എന്റെ മോനിത് സാധിച്ചു തരണം. അമ്മച്ചി വിഷമിക്കണ്ട, ഞങ്ങൾ പറയാം. പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം. എന്നാ ഈ കൈ തൊട്ട് സത്യം ചെയ്യ്. സത്യം. നീ എന്തറിഞ്ഞോണ്ടാ വാക്കുകൊടുത്ത്? ഈപ്പച്ച മുതലാളി ഒരു കരടിയാണെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ? അറിയാം, പക്ഷെ ഞാൻ പിന്നെന്ത് പക്ഷെ? നീ വിചാരിച്ചാൽ നേരെയാവും തോന്നുന്നുണ്ടോ? ഉണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. നീ നോക്കിക്കേ. എന്താ ഇത്? മനസ്സിലായില്ല. നീ അത് ശരിക്കും വായിച്ചു നോക്ക്. ഇൻവോയ്സ് ഫയലിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ഇല്ലായിരുന്നല്ലോ. ഇല്ലായിരുന്നു. ഇത് അക്കൗണ്ട് സർവേറിൽ ഉണ്ടായിരുന്നോ? കറക്റ്റ്. ഫിഗേഴ്സ് ടാലിയാവാതെ വന്നപ്പോ ഞാൻ വെറുതെ അതിലും നോക്കി. അപ്പോഴല്ലേ കളി മനസ്സിലായേ. കളി പറഞ്ഞു നിൽക്കാതെ എന്താന്ന് വെച്ചാ പൊട്ടിക്കടാ. പൊട്ടിക്കാം, പക്ഷെ ഇവിടെ വെച്ചല്ല, മുതലാളിയുടെ മുന്നിൽ വെച്ച്. ഈ പച്ച മുതലാളിയെ ഈ കൈവേള നിർത്താനുള്ള വകുപ്പ് എന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി നീ കളി കണ്ടോ. വാ.
എന്റെ മാതാവേ, ലക്ഷങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിയാണ് നമ്മുടെ കമ്പനി നടക്കുന്നത്. സത്യമാണോ ഇതൊക്കെ? അതെ, മുതലാളി പോലും അറിയാതെ ഒളിഞ്ഞു കിടക്കുന്ന സത്യങ്ങൾ. 30,000 കേസ് ബേബി ഫുഡ് ബോംബെയിൽ നിന്ന് ഇവിടെ വന്നപ്പോ നമ്മുടെ കമ്പനി വിറ്റിരിക്കുന്ന 50,000 കേസ് ബേബി ഫുഡാണ്. അതുപോലെ സോപ്പ്, മരുന്ന്, മറ്റു പ്രോഡക്ട്സ് എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ലക്ഷങ്ങൾ അടിച്ചു മാറ്റുന്നത്. എന്തിന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സിന് പോലും. ഇത് മുതലാളി അറിയുന്നില്ല, തമ്പി സാർ അറിയുന്നില്ല, ബോംബെയിലെ സേട്ട് പോലും ഇത് അറിയുന്നില്ല. നമ്മുടെ കമ്പനിയുമായി അടുപ്പമുള്ള ആരും ആണ് ഇതിന്റെ പിന്നിൽ, അത് ഉറപ്പാ. മുതലാളി വിഷമിക്കണ്ട, ഇതിന്റെ പിന്നിൽ ആരാന്ന് ഞാൻ കണ്ടുപിടിക്കും. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല. എനിക്ക് ചിലരെയൊക്കെ സംശയമുണ്ട്. ആരെ? ഇപ്പൊ പറയാറായിട്ടില്ല, സമയമാകുമ്പോ ഞാൻ നിങ്ങളെ അറിയിക്കാം. അതിനു മുമ്പ് ചില തയ്യാറെടുപ്പുകളൊക്കെ ആവശ്യമാണ്. ഉണ്ണി, നീ മിടുക്കന. എനിക്കോ എന്റെ സ്റ്റാഫിനോ എന്റെ ഓഡിറ്റർക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത വലിയൊരു കാര്യമാണ് നീ കണ്ടുപിടിച്ചത്. തൽക്കാലം ഇത് മറ്റാരും അറിയണ്ട. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അയ്യോ, അങ്ങനെയൊന്നുമില്ല. മുതലാളിക്ക് നന്മ വരണമെന്ന പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അത് മാത്രം പോരാ, ഇതിന് പ്രത്യുപകാരമായിട്ടോ പ്രതിഫലമായിട്ടോ എന്താ വേണ്ടതെന്ന് പറഞ്ഞോളൂ, ഞാനത് ചെയ്യാം. പറയൂ, സാലറി ഇൻക്രീസ് ചെയ്യണോ, പ്രൊമോഷൻ വേണോ, പ്ലീസ് പറയൂ. അതിപ്പോ ചോദിച്ചോളൂ. മുതലാളി ഒരു കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാനോ? ഞാനോ? ഞാനിനി എന്തിനു കല്യാണം കഴിക്കണം? കല്യാണം കഴിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചാ അത് ഈ ഒരു ഭാര്യ, കുട്ടികൾ, കുടുംബം എന്നൊക്കെ പറയുമ്പോ അല്ലേ? പിന്നെ കുടുംബസമേതം ബീച്ചിൽ കറങ്ങി നടക്കാം, സിനിമ കാണാം. എന്നാലേ സാറിന്റെ ജീവിത രീതികളൊക്കെ ഒന്ന് മാറും. അതെ, ഞങ്ങൾക്ക് വേണ്ട ഒരു പുതിയ ഈപ്പിച്ച മുതലാളിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്താ? എന്റെ ബർത്ത്ഡേ ആണ്. ഇന്നല്ല, അടുത്ത ആഴ്ച എന്റെ പുതിയ ബീച്ച് ഹൗസിൽ വെച്ച് നമുക്കൊന്ന് ആഘോഷിക്കണം. ആഘോഷിച്ച മാത്രം പോരാ, അടിച്ച് പൊളിക്കണം. ഓക്കെ. അപ്പൊ അതിന് മുൻകൂറായി ജന്മദിനാശംസകൾ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദാറ്റ് ഡേ. താങ്ക് യു, താങ്ക് യു. കൊല്ലും ഞാൻ. എന്നെയോ? എന്തിന്? തന്നെ അല്ലടോ, ഞാൻ അപ്പോയിന്റ് ചെയ്തില്ലേ ആ രണ്ടെണ്ണത്തിന്. അതിനിപ്പോ എന്താ ഉണ്ടായേ? ഒരിക്കൽ ഓഫീസിലെ കടലാസുകളെല്ലാം ചിക്കിപ്പെറുക്കി പുതിയൊരു കണ്ടുപിടുത്തോ എന്റെ മുമ്പിൽ വന്നു. കമ്പനിയിലെ കണക്കുകളിലൊക്കെ എന്തോ കുഴപ്പമുണ്ടെന്നും ചില വെട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ടെന്നും. ഇപ്പത്തെ പുതിയൊരു നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. നമ്മുടെ കമ്പനിയിൽ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നുണ്ടെന്ന്. ഡ്യൂപ്ലിക്കേഷനോ? നമ്മുടെ കമ്പനിയിലോ? അതെ. എന്റെ മുമ്പിലേക്ക് പേപ്പറുകൾ നിരത്തി തെളിവ് സഹിത കാണിച്ച് എങ്ങനെ വിശ്വസിക്കാണ്ടിരിക്കും? സത്യമാണോ ഞാൻ കേക്കണേ? അതേടോ അതെ. ഇതെങ്ങാനും ബോംബെയിലെ ഡീലേഴ്സ് അറിഞ്ഞുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ രണ്ടും അകത്താ, ജാമ്യം പോലും കിട്ടുകയല്ല. ഇപ്പച്ചോ, ഒരുപക്ഷെ ആ പിള്ളേർ തന്നെ ആയിരിക്കുമോ ഈ ഡ്യൂപ്ലിക്കേഷൻ പരിപാടിയൊക്കെ നടത്തുന്നേ? ആർക്കറിയാം. ഏതായാലും ഇത് ഇപ്പൊ തന്നെ ഇവന്മാരിത് പലരോടും പറഞ്ഞു കാണും. നാട് മുഴുവൻ അറിയും. അതിനു മുമ്പ് ഇതെങ്ങനെയും കെട്ടിത്താത്തണം. കെട്ടിത്താത്തതൊന്നും മണ്ടത്തരമാ. ഈ കണക്കെഴുതിയ പേപ്പറൊക്കെ വെള്ളത്തിൽ കെട്ടിത്താത്തിയ പൊങ്ങി വരലിൽ നാരെറിഞ്ഞു. പേപ്പർ അല്ലേ, കത്തിച്ചു കളയാം. അതാ ബെറ്റർ ആൻഡ് സേഫ്. പേപ്പറിന്റെ കാര്യം അല്ലടോ പറഞ്ഞത്. അത് ശരി, അതാണോ കാര്യം? ഏതെങ്കിലും വാടക കൊലയാളികളെ ഏൽപ്പിച്ച് അവന്മാരെ ഞാൻ ഒതുക്കിക്കോളാം. അതുകൊള്ളാം, നല്ല ഐഡിയ. ബട്ട് ഷേണായി പട്ടലും പെടുക്കണ ഷേണായി ഓടിച്ചിട്ട് പിടിച്ച് നാമണോ നക്കണോ ഞണിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഞെക്കി ഞെക്കി കൊന്നോളും. എടോ, ഞാൻ ബട്ടെന്ന് പറഞ്ഞത് ഇംഗ്ലീഷാ. ഷേണായി എനിക്ക് യാതൊരു പരിചയവുമില്ല. ആരായി ക്രോണായി? ആരെ ഏൽപ്പിച്ചാലും കൊള്ളാം. എന്നെ തട്ടാൻ രണ്ടുപേര് നടക്കുന്നുണ്ട്. അവന്മാര് മാത്രം വേണ്ട. അവരെ ഏൽപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ഈ ജന്മത്തല്ല അടുത്ത ജന്മത്തിലും നടക്കില്ല. എങ്ങനെ? ഈ ജന്മത്തല്ല അടുത്ത ജന്മത്തിൽ നടക്കത്തില്ല. അവരെ ഏൽപ്പിച്ച വെറുതെ കാശ് കളയാന്നല്ല. തനിക്ക് അവരെ അറിയാമോ? ആർക്കാ അതറിയാൻ പാടില്ലാത്ത? നാട് മുഴുവൻ പാട്ടല്ലേ. തന്നെ രണ്ടുപേര് കൊല്ലാൻ നടക്കുന്നെന്നും അത് നടക്കുന്നില്ല. അത് ശരി, എല്ലാ രഹസ്യമായിരിക്കണം. ഓൾ ദ ബെസ്റ്റ്.